അപ്പോൾ ദാ നമ്മുടെ മയണൈസ് തയ്യാറായിട്ടുണ്ട്. നമ്മളിതുപോലെ ഗ്രിൽഡ് ചിക്കനും അൽഫാമും ഒക്കെ കഴിക്കുമ്പോൾ ഇതാ ഈ ഒരു സാലഡ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്കപ്പം ചിക്കൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. ലെഗ് പീസസും ബ്രസ്റ്റ് പീസസും മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലെഗ് പീസസ് കട്ട് ചെയ്തെടുക്കാം. നമ്മളപ്പം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസും ലെഗ് പീസസും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ചിക്കൻ്റെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം വേണം വരഞ്ഞതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമുക്കിപ്പം ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ഒന്ന് വരഞ്ഞു വെക്കാം. കുഞ്ഞു ഞാനിത് ചെയ്യുമ്പോഴേക്ക് നീ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് തയ്യാറാക്കാം. നമ്മളപ്പം ഗ്രില്ല് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്തിട്ടാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചിട്ട് നമ്മൾ അതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് അരച്ചിട്ടുണ്ട് അല്ലേ? ഇതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്, അല്ലാതെ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ ഇതിൽ നല്ല കളറായിരിക്കും കിട്ടുക, എരിവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് ഗരം മസാല, അത് നമ്മളൊരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാലകളുടെ എല്ലാ അളവ് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് എത്രത്തോളം അളവിൽ മസാല ചേർക്കണമെന്ന് അറിയാൻ പറ്റും. ഇത് പെരുംജീരകം, അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ് ചേർക്കേണ്ടത്. അത് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനിലേക്ക് മാരിനേഷൻ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ മസാല നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചിക്കനിലേക്ക് പുരട്ടാം. ചിക്കൻ നമ്മൾ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മസാല ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പണി കഴിയാറായിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പറ്റുക. അപ്പോഴേക്കും നമ്മൾ ഗ്രില്ലിനുള്ള ആ സെറ്റപ്പൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതിനോടൊപ്പം കഴിക്കുന്നതിനായിട്ട് മയണൈസ് തയ്യാറാക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു സലാഡ് കൂടി സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. വീഡിയോ തുടർന്ന് കാണുക. നമ്മളപ്പം നമ്മുടെ മുഴുവൻ ചിക്കൻ പീസസും നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ 4 ലെഗ് പീസും 1 ബ്രസ്റ്റ് പീസും മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അത്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 5 മണിക്കൂർ ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. നമുക്ക് ഈ കട്ട വെച്ചിട്ട് ഗ്രില്ലിനുള്ള സെറ്റപ്പ് റെഡിയാക്കാം. ആ ചെറുടെ മേലോട്ട് നോക്കാം അല്ലേ അപ്പം? നമ്മുടെ ഈ ചിരട്ടയെല്ലാം നന്നായിട്ട് കത്തി വരണം. നന്നായിട്ട് കത്തി കനൽ മാത്രമാവണം.
അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം 5 hours ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ ചിക്കനാണ് ഇപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗ്രില്ല് ഇതാ ഇത്തരത്തിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പതിയെ നമ്മുടെ കനലിന് മുകളിലേക്ക് അത് മാറ്റാം. കണ്ടോ, നമ്മുടെ കനൽ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിന് മുകളിലേക്ക് വേണം നമ്മുടെ ഗ്രില്ല് ചെയ്യാൻ പോകുന്ന ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇപ്പോഴും തീ ചെറുതായിട്ട് എൻ്റെ മേളിൽ കൂടി പാറി നിൽപ്പുണ്ട്. അതൊന്ന് കുറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് വെക്കാം. കാരണം തീ ഒട്ടും ആവശ്യമില്ല, ആ കനൽ മാത്രം നമുക്ക് മതി. ഇനി നമുക്ക് ഗ്രില്ല് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗ്രില്ലിന് പാകത്തിനുള്ള രീതിയിലാണ് നമ്മൾ ആ കട്ടയൊക്കെ അടുക്കി ആ ഒരു കനലിനുള്ള സെറ്റപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കനൽ ആവശ്യത്തിനുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായി വരട്ടെ. അപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചു വെക്കാം. ചിരട്ടക്കനലിന് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ വിചാരിച്ചതിലും വേഗത്തിലാണ് കുക്കായി വരുന്നത്. എന്നിരുന്നാലും കുറച്ച് ടൈം എടുത്ത് തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാൻ, എങ്കിലേ ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. ചിക്കൻ അപ്പം നന്നായിട്ട് കുക്കായി തുടങ്ങി. നമുക്കതിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ബട്ടർ മസ്റ്റാണ് കേട്ടോ. ഒരു സൈഡ് ബട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചു വെക്കാം. വീണ്ടും നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രില്ലിങ്ങനെ ക്ലോസ് ചെയ്യുന്ന ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കനലിൻ്റെ ചൂടനുസരിച്ചിരിക്കും. അപ്പോൾ നന്നായിട്ട് കുക്കാവുന്നത് വരെ നമ്മളിതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കപ്പം ഇതിനു വേണ്ടിയിട്ട് ഒരു എഗ്ലെസ് മയണൈസ് കൂടി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ എടുത്തെന്ന് നോക്കാം. ഫ്രീസ് ചെയ്തിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മിൽക്ക് നമ്മൾ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടാതെ 1-2 ഐറ്റംസ് കൂടി വേണം. ഇത് നമ്മൾ മിക്സിയിൽ ഒന്നടിച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒരു കാരണവശാലും എടുക്കരുത്. ഏകദേശം അരമണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അതുപോലെ തന്നെയാണ് പാലും. അപ്പോൾ പാലും അരമണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഇനി നമുക്ക് 2 വെളുത്തുള്ളി വേണം. ഇനി നമുക്ക് അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും അതുപോലെ തന്നെ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവുകൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതിയാവും. ഇനി നമുക്ക് ലൈം ജ്യൂസ് കൂടി വേണം. ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. നമ്മുടെ മയണൈസ് തയ്യാർ. അപ്പോൾ നമ്മുടെ മയണൈസ് തയ്യാറായിട്ടുണ്ട്. എഗ്ലെസ് മയണൈസാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തന്തൂരി റൊട്ടി അഥവാ ഫുൽക്ക തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ തയ്യാറായിട്ടുണ്ട്, ഫുൽക്ക തയ്യാറായിട്ടുണ്ട്, അതുപോലെ തന്നെ മയണൈസ് തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയ സാലഡ് കൂടി ചെയ്യാം. അപ്പോൾ ഈ സാലഡ് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് സാലഡ് തയ്യാറാക്കാം. അപ്പോൾ ഇതിലുള്ളതെന്ന് പറയുന്നത് ക്യാരറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സവാളയുണ്ട്, പിന്നെ നമ്മൾ ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട്. ക്യാബേജും ക്യാരറ്റുമൊക്കെ നമ്മൾ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഉള്ളത് ഒരു പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ 1 നുള്ള് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോക്കനട്ട് ഓയിൽ കൂടി വരുമ്പോൾ അത് അല്പം ജ്യൂസി ആയിട്ട് വരും. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വിനെഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനെഗറിന് പകരം വേണമെങ്കിൽ തക്കാളി ഇതിലേക്ക് ഉൾപ്പെടുത്താം. ഇനിയിപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മളിതുപോലെ ഗ്രിൽഡ് ചിക്കനും അൽഫാമും ഒക്കെ കഴിക്കുമ്പോൾ ഈ ഒരു സാലഡ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ എഴുതണം. എങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ ഇന്ന് ആദ്യം കുഞ്ഞാവയും പപ്പായാണ് കഴിച്ചു നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കിയ ഗ്രിൽഡ് ചിക്കൻ പപ്പായും കുഞ്ഞാവയും ടേസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് കുഞ്ഞാവേ?